10 ദിവസം കൊണ്ട് ഒരാളുടെ കൈയക്ഷരത്തിൽ നല്ല മാറ്റം വരുത്താൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും എന്നതാണ് അതിനുള്ള ഉത്തരം. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിനുവേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. നല്ല ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ നേടാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. വളരെ മോശമായ കൈയക്ഷരമുള്ള ആളാണ് നിങ്ങളെങ്കിൽ കൂടി ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കൈയക്ഷരം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന 5 സ്റ്റെപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം ബോണസ് ടിപ്സും ലഭിക്കുന്നതാണ്. അങ്ങനെ ഇവയെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ ഭംഗിയായും അതുപോലെ തന്നെ വേഗത്തിലും എഴുതാൻ സാധിക്കുന്നതാണ്. ഇത് പരീക്ഷകളിലും അക്കാഡമിക്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഉപകാരപ്പെടുന്ന ഒരു മികച്ച സ്കില്ലാണ്. സ്റ്റെപ്പ് 1, ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ്. ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് ചെയ്യുന്നതിലൂടെ തന്നെ 60% വരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്നിട്ടത് കൃത്യമായ രീതിയിൽ അപ്ലൈയും ചെയ്യുക. ഇനി മറ്റൊന്നും ചിന്തിക്കാതെ വേഗത്തിൽ ഒരു പേനയും പേപ്പറും എടുക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ നിന്നും കുറച്ച് ഭാഗം ഈ പുസ്തകത്തിലേക്ക് സാധാരണ എഴുതുന്നത് പോലെ എഴുതുക. യാതൊരു തരത്തിലുള്ള ആവേശവും കാണിക്കാതെ സമയമെടുത്ത് ഒരു പേജ് എഴുതുക. നിങ്ങൾ എഴുതിയ പാരഗ്രാഫിനെ ഇനി പറയാൻ പോകുന്ന 4 പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ അനലൈസ് ചെയ്യുക. ഈ 4 പാരാമീറ്റേഴ്സിനെയും ചേർത്ത് 4S എന്ന് ഡിനോട്ട് ചെയ്യാം. ഓരോന്നിനും പ്രത്യേകം പോയിന്റുകളും നൽകിയിട്ടുണ്ട്. വീഡിയോയിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പോയിന്റ് കണക്ക് കൂട്ടുക. പാരാമീറ്റർ 1, സൈസ്. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ സൈസ് പ്രോപ്പറാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റേഴ്സ് അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തമ്മിലുള്ള വലിപ്പ വ്യത്യാസം കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അങ്ങനെ അല്ലാത്ത പക്ഷം അതൊരു നോൺ യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ തിരക്കിനിടയിൽ ഒരുപാട് ഉയരമുള്ള ഒരാൾ നിൽക്കുന്നത് പോലെയുള്ള പ്രതീതിയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൈയക്ഷരത്തിൽ ഈ പ്രശ്നമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് നൽകുക. ഇനി അക്ഷരങ്ങൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം കൃത്യമല്ലാത്തവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്നാൽ 4 ലൈൻ റൂൾഡ് നോട്ട്ബുക്കിൽ സ്മോൾ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് തുടങ്ങിയവ എഴുതി പരിശീലിക്കുക എന്നതാണ്. എഴുതി വരുമ്പോൾ ഏതെങ്കിലും അക്ഷരം തന്നെ കൃത്യമായ രീതിയിൽ എഴുതാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ പ്രശ്നവും ഇതുപോലെ എഴുതുന്നതിലൂടെ മാറിക്കിട്ടുന്നതാണ്. പാരാമീറ്റർ 2, സ്പേസിംഗ്. എഴുതുമ്പോൾ വാക്കുകൾ തമ്മിൽ കൃത്യമായ അകലമാണുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. കാരണം ചിലപ്പോൾ എഴുതുമ്പോൾ വാക്കുകൾ തമ്മിൽ തീരെ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. എന്നാൽ ചിലപ്പോൾ ഒരുപാട് കൂടിപ്പോകാനും സാധ്യതയുണ്ട്. ഈ 2 സാഹചര്യങ്ങളും അത്ര നല്ല ഇമേജിലല്ല നൽകുന്നത്. ഈ ഒരു പ്രശ്നം കാരണം നിങ്ങളുടെ കൈയക്ഷരം ഇല്ലെജിബിൾ ആകാം. വാക്കുകൾ തമ്മിൽ കൃത്യമായ ഒരു അകലമുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളതായി തോന്നുന്നതാണ്. അതുപോലെ തന്നെ വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് സഹായിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി 1 പെൻ റൂൾ അല്ലെങ്കിൽ 1 ഫിംഗർ റൂൾ ഉപയോഗിച്ചാൽ മതിയാകും. അതായത് എഴുതുമ്പോൾ വാക്കുകൾ തമ്മിൽ ഒരു പേനയുടെ തിക്നെസ്സിന്റെ അകലമുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതിയാകും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട്സ് ലഭിക്കുന്നതാണ്. പാരാമീറ്റർ 3, സ്റ്റൈൽ. നമുക്കിടയിൽ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള കൈയക്ഷരത്തിൽ എഴുതുന്നവർ ഉണ്ട്. ട്യൂഷൻ ക്ലാസ്സിൽ ഒരു തരത്തിൽ, പരീക്ഷയ്ക്ക് എഴുതുന്നത് വേറൊരു രീതിയിൽ എന്നിങ്ങനെയുള്ള ആളുകൾ. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഫോളോ ചെയ്യുന്നത് ഒരു മോശം കാര്യമല്ല. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്പീഡ്, ലെജിബിലിറ്റി തുടങ്ങിയവയിൽ ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാവാം. നിങ്ങളുടെ വേഗത വലിയ രീതിയിൽ കുറയാം. നിങ്ങൾ വ്യക്തമായ ഒരേ ശൈലിയിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പോയിന്റ് ലഭിക്കുന്നതാണ്. ഈ പ്രശ്നത്തിന് പരിഹാരമായി നിങ്ങൾ ഡൂഡ്ലിംഗ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ആർട്ട് തുടങ്ങിയവ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽ ഡെവലപ്ഡ് ആകുന്നതാണ്. 1-2 ദിവസങ്ങൾ കൊണ്ട് എന്തായാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ തുടർച്ചയായി പരിശ്രമിക്കുകയാണെങ്കിൽ ചില മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടാർഗറ്റാണിത്. പാരാമീറ്റർ 4, സ്ലാന്റിംഗ്. കേഴ്സ് റൈറ്റിംഗ് ചെയ്ത് ചില കുട്ടികൾ എഴുതുന്നത് തീരെ ചെരിഞ്ഞ രീതിയിലാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലെജിബിലിറ്റി വല്ലാതെ കുറഞ്ഞു പോകുന്നതാണ്. നല്ല രീതിയിൽ സ്ലാന്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ കൈയക്ഷരങ്ങളുടെ ഭംഗി അതുപോലെ തന്നെ വായിക്കാനുള്ള ഈസിനെസ് തുടങ്ങിയവ വർദ്ധിക്കുന്നതാണ്. ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ആദ്യം ഏത് രീതിയിൽ എഴുതണമെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്ര പോയിന്റുകളാണ് ലഭിച്ചതെന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2, റൈറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. എഴുതുന്നതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ തോന്നാറുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എഴുതാൻ ഏറ്റവും നല്ലതായി തോന്നുന്ന ഒരു പേന തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ പോകുന്ന ഒരു ഡോർമൺ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ പേന. കടകളിൽ പലതരത്തിലുള്ള പേനകൾ ലഭ്യമാണ്. ബോൾ പെൻ, ജെൽ പെൻ, ലിങ്ക് പെൻ തുടങ്ങി ലിസ്റ്റ് നീണ്ടുപോകുന്നു. ഇവയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഒരു മികച്ച പെൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കാണാം. ഒരു പേന വാങ്ങാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമാണ് കംഫർട്ട്.
പേനയുടെ ഗ്രിപ്പിംഗ്, നിപ്പ് തുടങ്ങിയവയ്ക്ക് നിങ്ങളുടെ കൈകൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ളവയാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യമാണ് പെർഫോമൻസ്. പെൻ വളരെ സ്മൂത്തായി എഴുതാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ഇങ്ക് കൺസിസ്റ്റൻറ്റും സ്മഡ്ജ് ഫ്രീയുമാണെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ ഘടകമാണ് പ്രൈസിംഗ്. പേന നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒന്നുകൂടെയാണെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെപ്പ് 3, ഗ്രിപ്പിംഗ് ടെക്നിക്. നിങ്ങൾ നല്ലൊരു പെൻ വാങ്ങിയെന്ന് കരുതുക. എന്നാൽ അത് കൃത്യമായ രീതിയിൽ ഗ്രിപ്പ് ചെയ്തല്ല എഴുതുന്നത് എങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര മികച്ചതാകണമെന്നില്ല. ശരിക്കും പേന പിടിക്കുന്നതിന് 4 വ്യത്യസ്ത രീതികളാണുള്ളത്. ഡൈനാമിക് ട്രൈപോഡ്, ഡൈനാമിക് ക്വാഡ്രപോഡ്, ലാറ്ററൽ ട്രൈപോഡ്, ലാറ്ററൽ ക്വാഡ്രപോഡ് തുടങ്ങിയവയാണ് അവ. ഈ പറഞ്ഞ 4 രീതികൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. വളരെ വേഗത്തിൽ നല്ല കൈയക്ഷരത്തിൽ എഴുതണമെങ്കിൽ അതിന് പറ്റിയ ഗ്രിപ്പ് എന്ന് പറയുന്നത് ഡൈനാമിക് ട്രൈപോഡ് തന്നെയാണ്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ പേന, തമ്പ്, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ തുടങ്ങിയവ ഉപയോഗിച്ചായിരിക്കും ഹോൾഡ് ചെയ്യുക. ഈ ഗ്രിപ്പിംഗ് പാറ്റേണിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പഠനത്തിലും പരീക്ഷകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന മികച്ച രീതിയാണിത്. സ്റ്റെപ്പ് നമ്പർ 4, സിറ്റിംഗ് പോസ്ചർ. നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന രീതിയിൽ ഫുഡ് കഴിച്ചാൽ എങ്ങനെയിരിക്കും? ഇതൊന്ന് സങ്കല്പിച്ച് നോക്കിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായില്ലേ? ഒരു സ്യൂറ്റബിളായ പോസ്റ്ററിലിരുന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അല്ലേ? അതുപോലെ തന്നെയാണ് എഴുതുമ്പോഴും. സ്യൂട്ടബിൾ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചു എന്ന് വരില്ല. സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കുന്ന നിങ്ങളുടെ കാലുകൾ നിലത്തുറപ്പിച്ചു വച്ചിരിക്കുന്ന രീതിയിൽ ഇരുന്ന് എഴുതാൻ ശീലിക്കുക. എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ ചലിപ്പിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെപ്പ് നമ്പർ 5, പ്രാക്ടീസ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്. നിങ്ങൾക്ക് സൗകര്യപ്രദമായി തോന്നുന്ന ഒരു സമയം അത് നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതിനുശേഷം എല്ലാ ദിവസവും അരമണിക്കൂർ കൃത്യമായി എഴുതി പരിശീലിക്കുക. എഴുതുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ തിരിഞ്ഞു പോകണമെന്നില്ല. നിങ്ങളുടെ ഹോംവർക്ക്, അസൈൻമെൻറ്റുകൾ തുടങ്ങിയവ തന്നെ ഈ നിശ്ചയിച്ച സമയത്ത് എഴുതി പരിശീലിച്ചാൽ മതിയാകും. ഇതോടൊപ്പം തന്നെ 1ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ മനസ്സിലായ നിങ്ങളുടെ തെറ്റുകളും മാറ്റാൻ ശ്രമിക്കാവുന്നതാണ്. എല്ലാ ദിവസവും പരിശീലിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വേഗം റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ബോണസ് ടിപ്പ് എന്താണെന്ന് കാണാം. അതാണ് ഡൂഡ്ലിംഗ്. വാസ്തവത്തിൽ ഇവിടെ നിങ്ങൾ റാൻഡം ലൈൻസ് ആൻഡ് ഷേപ്സ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കൈകളുടെ വഴക്കവും ക്രിയേറ്റിവിറ്റിയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു കാര്യം തുടർന്നും ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണിത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ നല്ല കൈയക്ഷരം നേടുന്നതിന് സഹായിക്കുമെന്നത് ഉറപ്പാണ്. കൃത്യമായി പിന്തുടരാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.